തീർച്ചയായും സർക്കാരിനോടൊപ്പം തന്നെയാണ് നമ്മുടെ നിലപാട്. മാലിക്ക് തിരിച്ചടിയായോ എന്ന ചോദ്യത്തിന് തീർച്ചയായും മാലിക്ക് തിരിച്ചടിയായി കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി കണ്ടറിയണം എന്നാണ് ആ സിനിമയിൽ പറയുന്ന ഡയലോഗ് പോലെ. യഥാർത്ഥത്തിൽ ഇതിന് കുറച്ച് നാൾ ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ, എനിക്കൊന്ന് മാസങ്ങൾക്ക് മുമ്പേ തന്നെ, പ്രത്യേകിച്ച് ഈ മൊയ്സു സർക്കാർ വരുന്ന സമയം മുതൽ തന്നെ ഇന്ത്യ മാലിദ്വീപ് നയതന്ത്ര ബന്ധത്തിൽ വിള്ളലുണ്ടാവുന്നുണ്ട്. അപ്പോൾ ഹൈഡ്രോഗ്രാഫി പാക്റ്റുകൾ അടക്കമുള്ള ചില ഇന്ത്യയും മാലിദ്വീപ്സും തമ്മിൽ നരേന്ദ്രമോദി സർക്കാർ അവസാനം വിസിറ്റ് ചെയ്ത സമയത്ത് ഒപ്പുവെച്ച കരാറുകൾ പലതും റദ്ദാക്കുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നു. മാലിദ്വീപ്സിൻ്റെ മണ്ണിൽ നിന്ന് ഇന്ത്യൻ മിലിറ്ററിയെ പുറത്താക്കണമെന്ന് അവർ നിരന്തരം ആവശ്യപ്പെടുന്നു. അതൊക്കെ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്ന നിലയിൽ കൂടിയാണ്. യഥാർത്ഥത്തിൽ ഇതിനൊരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്, ഒരു അന്തർദേശീയ പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 4 മടങ്ങാണ് ഇന്ത്യയും മാലിദ്വീപ്സും തമ്മിലുള്ള ട്രേഡ് റിലേഷൻസിൽ ഉണ്ടായിരിക്കുന്ന വർധനവ് എന്ന് പറയുന്നത്. അത് ഗുണം ചെയ്തിരിക്കുന്നത് ഏറെയും മാലിദ്വീപ്സിനാണ്. ഹെൽത്ത് സെക്ടറിൽ ഇന്ത്യക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം മാലിദ്വീപ്സിൽ നിന്ന് ധാരാളം ആളുകൾ കേരളത്തിലേക്ക് വരുന്നു. ടൂറിസം മേഖലയിൽ മാലിദ്വീപ്സിന് ഗുണകരമാണ്. ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ മാലിദ്വീപ്സിലേക്ക് എത്തുന്നത്. ആ കണക്ക് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞിരുന്നു. റഷ്യയേക്കാൾ കൂടുതൽ ടൂറിസ്റ്റുകൾ ഇന്ത്യയിൽ നിന്നാണ്. 2,19,000-ലധികം ആളുകൾ മാലിദ്വീപ്സിലേക്ക് കഴിഞ്ഞ വർഷം മാത്രം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു ദിവസം 700 പേർ മാത്രമാണ് നേരത്തെ സഞ്ചരിച്ചിരുന്നതെങ്കിൽ ഒരു ദിവസം 12,000 പേർ ഇന്ത്യയിൽ നിന്ന് മാലിദ്വീപ്സിലേക്ക് വിനോദസഞ്ചാരത്തിന് പോകുന്നൊരവസ്ഥയുണ്ട്. അങ്ങനെ ഇന്ത്യയും മാലിദ്വീപ്സും തമ്മിൽ എക്കണോമിക്കായി, സ്ട്രാറ്റജിക്കായി, ഡിഫൻസ് മേഖലയിൽ ഇപ്പം ഏറ്റവും ഒടുവിൽ നടന്ന കൂപ്പിൽ പോലും ഈ മാലിദ്വീപ്സിനെ സർക്കാരിനെ നിലനിർത്താൻ സഹായിച്ചത് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഇടപെടലാണ്. നാച്ചുറൽ കലാമിറ്റി ഉണ്ടാകുമ്പോൾ അവർ ആദ്യം നോക്കുന്നത് ചൈനയിലേക്കല്ല, ഇന്ത്യയിലേക്കാണ്. അപ്പോൾ ഒരു നാച്ചുറൽ കലാമിറ്റി ആവട്ടെ, ആഭ്യന്തര കലാപമാവട്ടെ, ഈ അട്ടിമറി ശ്രമങ്ങളാവട്ടെ, അപ്പോഴൊക്കെ ഇന്ത്യയുടെ സഹായം തേടിയിരുന്ന മാലിദ്വീപ്സ് എന്തുകൊണ്ടായിരിക്കും ഇന്ത്യ ഫസ്റ്റ് അപ്രോച്ച് വിട്ട് ചൈന ഫസ്റ്റ് അപ്രോച്ചിലേക്ക് പോയത്? ഇതാണൊരു അന്തർദേശീയ രാഷ്ട്രീയത്തിൻ്റെ കോണ്ടെക്സ്റ്റ്. അവിടെയാണ് ഇന്ത്യ ഇസ്രായേൽ, ഇന്ത്യ അമേരിക്ക ബന്ധങ്ങൾ ഉണ്ടാവുന്നത്. ചൈനയുടെ നേരത്തെ സൂചിപ്പിച്ച റോഡ് ആൻഡ് ബെൽറ്റ് ഇനിഷ്യേറ്റീവ്, ആ റോഡ് ആൻഡ് ബെൽറ്റ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഒരു 150ഓളം രാജ്യങ്ങളെ ഒരുമിച്ച് ഒരു മുത്തുമണി പോലെ കോർത്തെടുത്ത് ചൈന ഇന്ത്യയും അമേരിക്കയ്ക്കും എതിരെയൊക്കെയുള്ള ശക്തമായൊരു അന്തർദേശീയ സാന്നിധ്യമാകാനുള്ള ഒരു വലിയ പദ്ധതിയാണ്. കോടിക്കണക്കിന് രൂപയുടെ പ്രോജക്റ്റാണ്. ആ പദ്ധതികൾ പലയിടങ്ങളിലും വിള്ളലുകൾ വീണിട്ടുണ്ടെങ്കിൽ പോലും ചൈന ഇപ്പോഴും സജീവമാക്കി നിർത്തുന്ന പദ്ധതിയാണ്. ആ പദ്ധതിയുടെ ഭാഗമാണ് ഇന്ത്യൻ ഓഷനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഓഷനിലേക്കുള്ള ചൈനയുടെ കടന്നുകയറ്റത്തെ ഇന്ത്യക്ക് സ്ട്രാറ്റജിക്കലി തടയണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും മാലിദ്വീപ്സ് അടക്കമുള്ള പ്രദേശങ്ങളിൽ ശക്തമായിട്ടുള്ള സാന്നിധ്യം നമുക്ക് ആവശ്യമുണ്ട്. ആ ബന്ധവും നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇസ്രായേൽ പലസ്തീൻ വിഷയം ഉണ്ടാകുന്നു. അവിടെ ഇന്ത്യ ഇസ്രായേൽ അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. അമേരിക്ക ഇന്ത്യ നയതന്ത്ര ബന്ധം കൂടുതൽ ദൃഢമാവുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അത് ചൈനയെ പരിഭ്രാന്തിയിലാക്കുന്നു. ചൈന മാലിദ്വീപ്സിലേക്ക് കടന്നു കയറ്റാനുള്ള ശ്രമം നടക്കുന്നു. അവിടെയാണ് മുർസി ഗവൺമെൻറ് ചൈന ഫസ്റ്റ് അപ്രോച്ച് പോളിസി സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ ഇന്ത്യ ഔട്ട് എന്ന് പറയുന്നൊരു ക്യാമ്പയിൻ ഉണ്ടാകുന്നു. അത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് കഴിഞ്ഞ തവണത്തെ സോലി ഗവൺമെൻറ്റിനെ പരാജയപ്പെടുത്താൻ വേണ്ടി അവർ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്ത മുദ്രാവാക്യം ഇന്ത്യ ഔട്ടാണ്. അപ്പോൾ അത് അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഇന്ത്യയിൽ മോദി സർക്കാരിനെതിരെ ഒരു വലിയ രീതിയിലുള്ളൊരു വിശ്വാസക്കുറവ് അവിടെ വന്നിട്ടുണ്ട്. അതിന് തീർച്ചയായും വംശീയമായ കാരണങ്ങളും ഉണ്ടാവാം. പക്ഷേ അതൊന്നും ഇന്ത്യ രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഒരു രാജ്യത്തിന് ഇടപെടാൻ ഇന്ത്യ സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയെ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രിയെ മറ്റൊരു രാജ്യത്തിന് അധിക്ഷേപിക്കാനുള്ള കാരണവുമായി തീരുന്നില്ല. പ്രധാനമന്ത്രി എന്തിനാണ് ലക്ഷദ്വീപിൽ പോയത്? അതൊരു കേവലം മറ്റുദ്ദേശങ്ങളില്ലാത്ത യാത്രയാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് ആഭ്യന്തര ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ തന്നെ പോയതാണ്. അതുകൊണ്ട് തന്നെയാണ് ലക്ഷദ്വീപ് സന്ദർശിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തുകൊണ്ടാണ് അത് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നത് തന്നെ. അത് വളരെ നല്ല കാര്യമാണ്, പോസിറ്റീവായ കാര്യമാണ്. പക്ഷേ അതിനോടൊപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സ്ട്രാറ്റജി കൂടി അതിന് പിന്നിൽ ഉണ്ടാവാം എന്നാണ്. കാരണം ഇന്ത്യയും മാലിദ്വീപ്സും തമ്മിലുള്ള ബന്ധം വഷളാവുന്നു. ചൈനയിലേക്ക് സന്ദർശനം നടത്താൻ മൗസി തീരുമാനിക്കുന്നു. നരേന്ദ്രമോദി ലക്ഷദ്വീപിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ബാക്കി പൂരിപ്പിക്കേണ്ടത് നിങ്ങളാണ്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതൊരു കോൺസ്പിറസി തിയറി അവിടെ ഇരിക്കട്ടെ. പക്ഷേ അത് അങ്ങനെയാണെങ്കിൽ പോലും പ്രധാനമന്ത്രി ചെയ്യേണ്ട കാര്യമാണ്. കാരണം നമ്മളുടെ നയതന്ത്രവും നമ്മളുടെ അന്തർദേശീയ വിദേശ നയവും ഒക്കെ പ്രധാനമന്ത്രി വളരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഒരാളാണ്. ഈ കാര്യങ്ങളിൽ എങ്ങനെയാണ് ചെറുചലനങ്ങൾ പോലും വലിയ ചലനങ്ങളാക്കുന്നത് എന്നുള്ളത് നമ്മുടെ പ്രധാനമന്ത്രിക്ക് അറിയാവുന്ന കാര്യവുമാണ്. അതുകൊണ്ട് ലക്ഷദ്വീപിലേക്ക് പോയി ഫോട്ടോ ഇട്ടാൽ മാലിദ്വീപ്സിന് പെട്ടെന്ന് വികാരമുണ്ടാവുന്നു. അത് ചൈനയിൽ ലക്ഷദ്വീപിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ മാലിദ്വീപിലേക്ക് വരാതിരിക്കുന്നു എന്ന അർത്ഥത്തിലേക്ക് അവരതിനെ വ്യാഖ്യാനിക്കുന്നു. ഒടുവിൽ സംഭവിച്ചത് എന്താണ്? പുതുതായിട്ട് അധികാരത്തിലേക്ക് എത്തിയ സർക്കാരിന് 3 മന്ത്രിമാരെ സസ്പെൻഷനിലാക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അന്തർദേശീയ സമ്മർദ്ദമേറുന്നു. ചൈന മാത്രം ഒപ്പമുണ്ട്. ഇപ്പോൾ ചൈനയിലെ ഗ്ലോബൽ ടൈംസ് അനുകൂലമായിട്ടൊരു മുഖപ്രസംഗം എഴുതിയിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്ക് വലിയ പിന്തുണ മാലിദ്വീപ്സിന് കിട്ടാതെ വരുന്നു. നഷ്ടം വരാൻ പോകുന്നതോ? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡേഴ്സിൻ്റെ സംഘടന എല്ലാ ബുക്കിങ്ങും നിരോധിക്കാൻ പറയുന്നു. ഈസി ട്രിപ്പിൻ്റെ ഷെയർ കൂടുന്നു. മേക്ക് മൈ ട്രിപ്പിൽ മാത്രം 4500% ഗൂഗിൾ സെർച്ച് വരുന്നത് ഈ ലക്ഷദ്വീപിലെ ഡെസ്റ്റിനേഷൻസിനെ കുറിച്ചാണ്. സെലിബ്രിറ്റി ടൂറിസം
വളരെ പ്രധാനപ്പെട്ട ഒരു കമ്പോണൻ്റ് ആയിരുന്നു. ഈ മാലിദ്വീപ്സിലെ ആരാണ് യഥാർത്ഥത്തിൽ പരിചയപ്പെടുത്തിയത്? സിനിമാ താരങ്ങളാണ്. മാലിദ്വീപ്സിൽ പോയി അവധി ദിനങ്ങൾ ആഘോഷിക്കുന്ന ആൾക്കാരുടെ ചിത്രങ്ങൾ കണ്ടിട്ടാണ് ഉണ്ണി ബാലകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ മാലിദ്വീപ്സിലെ തെരഞ്ഞെടുപ്പിലുണ്ടാവുക, അല്ലേ ഉണ്ണി ബാലകൃഷ്ണൻ? അല്ലേ? സെലിബ്രിറ്റി ടൂറിസം ഉണ്ട് അവിടെ. കാര്യം അവിടെ ഈ കടൽ തീരത്ത് ബീച്ച് ടൂറിസം ഈസ് ഇമ്പോർട്ടൻറ്റ്. എനിക്കൊന്ന് അത് നന്നായിട്ട് പറയാൻ പറ്റുന്നത് ഉണ്ണി ബാലകൃഷ്ണൻ ആയിരിക്കും. ആ ബീച്ച് ടൂറിസത്തിൻ്റെ സാധ്യതകൾ ഹോളിവുഡ് താരങ്ങൾ നമ്മുടെ മുന്നിൽ വെക്കുന്നത്. ആ സെലിബ്രിറ്റികൾ ഒറ്റ സ്വരത്തിൽ പറഞ്ഞു, ഇനി ഞങ്ങൾ മാലിദ്വീപ്സിലോട്ട് ലക്ഷദ്വീപിലേക്ക് പോകാൻ പോകുന്നു. ലക്ഷദ്വീപിന് പക്ഷേ മാലിദ്വീപ്സിൻ്റെ അത്ര വലിയ ആളുകളെ സ്വീകരിക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷേ എങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. പക്ഷേ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കാൻ വേണ്ടി അമിത്ഷായുടെ മകനടക്കമുള്ള ആളുകൾ വലിയ രീതിയിലുള്ള പ്രോജക്റ്റുകൾ ഉണ്ടായിരുന്നു എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു. നമുക്കതറിയില്ല. കാര്യം 32 ദ്വീപുകളിൽ 10 മാത്രമേ ജനവാസ കേന്ദ്രങ്ങളുള്ളൂ. ബാക്കി 22 കേന്ദ്രങ്ങളിലും ജനവാസ കേന്ദ്രമില്ല എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രത്യേകത. അപ്പോൾ എന്തായാലും ലക്ഷദ്വീപിലേക്ക് വരൂ എന്ന് 36 ദ്വീപുകളാണ്, അതിൽ 10 മാത്രം. അപ്പോൾ ലക്ഷദ്വീപിലേക്ക് വരൂ എന്ന് പറഞ്ഞാൽ മാലിദ്വീപ്സിലേക്ക് വരാതിരിക്കുക എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് മാലിദ്വീപ്സിലെ ഈ 3 ഒരുപക്ഷെ വേണ്ടത്ര രാഷ്ട്രീയ ബോധ്യമില്ലാത്ത 3 മന്ത്രിമാർ നടത്തിയ പ്രതികരണങ്ങൾ മാലിദ്വീപ്സിന് തിരിച്ചടിയായിട്ടുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ മറ്റൊരു രാജ്യത്തിനും അധിക്ഷേപിക്കാനുള്ള അവകാശമില്ല. അങ്ങനെ അധിക്ഷേപിക്കുന്ന പക്ഷം നമ്മൾ സർക്കാരിനോടൊപ്പം തന്നെയാണ് നിൽക്കുക. അത് നമ്മുടെ ആഭ്യന്തര വിഷയമാണ്. ലക്ഷദ്വീപിൽ നമ്മൾ പോവും, നമ്മൾ ആഘോഷിക്കും, അവിടുത്തെ ബീച്ച് ടൂറിസം നമ്മൾ എക്സ്പ്ലോർ ചെയ്യും. അടുത്തവണ ഉണ്ണി ബാലകൃഷ്ണൻ നമ്മളെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യും എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ മുഹമ്മദ് മുയിസു എന്നുള്ള മാലദ്വീപിന്റെ ഇപ്പോഴത്തെ പ്രസിഡന്റ്, അദ്ദേഹം തുടക്കം മുതൽ തന്നെ ഇന്ത്യ വിരോധിയാണ്. പ്രചാരണ കാലത്ത് മുതൽ അധികാരത്തിലേറിയ ശേഷവും ആ നിലപാട് തന്നെയാണ് അദ്ദേഹം തുടർന്നിട്ടുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മുൻഗാമികളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യയിലേക്ക് ആദ്യം വരേണ്ട എന്ന തീരുമാനമെടുത്തത്. മറ്റു രാജ്യങ്ങളിലേക്കാണല്ലോ പോയത്. മാലിക്ക് തിരിച്ചടി എന്ന് പറഞ്ഞാൽ മാലിക്ക് തിരിച്ചടിയാണ്. സോളിഡാരിറ്റി വിത്ത് അവർ നേഷൻ. അതെ. Meet the editors.